ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി നിസാമി ചിക്കൻ ദം കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ തലേന്ന് ഉപ്പും മഞ്ഞളും മുളകും മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രഷ് എടുക്കുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ആഡ്, ഞാൻ എൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മുളക് പൊടി ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തോണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/4 ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നാരങ്ങ നീരാണ്, 1 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കുരു കളഞ്ഞിട്ട് നീര് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 2 ഓണിയനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നല്ല വെളിച്ചെണ്ണയിൽ മുരിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന പോലെ നല്ലോണം മുരിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം. ഓക്കെ, അപ്പം ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. ഇതേപോലെ ഗോൾഡൻ കളർ വരുന്നവരെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിൽ കൂടി ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് സാധാരണ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. അപ്പം അത് ചെയ്യാം. ഇനി ഇതിലേക്ക് കൊറിയാൻഡർ ലീഫും മീൻ ലീഫും ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 3 സ്പ്രിങ് കൊറിയാൻഡർ ലീഫും അതേപോലെ 2 സ്പ്രിങ് മീൻ ലീഫും എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ. ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 5-6 ബദാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂസും സെയിം അളവ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അരയാൻ വേണ്ടിയിട്ടുള്ള മാത്രം ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ക്രീമോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാലാണ് 1/4 കപ്പ്. ഇത് അരയേണ്ട വേണ്ടി മാത്രം. ഇനി ഇതിലേക്ക് 5 ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 കറാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഇഞ്ച് സൈസ് വരുന്ന ഒരു പട്ട. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി അരച്ചതിന് ശേഷം നമുക്കിത് ഈ കൂട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഈ അരപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി ചിക്കൻ റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു തന്തൂരി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോയിൽ ബേൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പുക വരുന്ന സമയത്ത് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ആ പുക പോകുന്നവരെ അടച്ചു വെച്ചാൽ മതി. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ പുകയൊക്കെ ആ ചിക്കനിലേക്ക് സ്പ്രെഡായിട്ട് നല്ലൊരു തന്തൂരിയുടെ മണം വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു പാന് വെക്കുക. ഇനി ഇതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അതിനൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച ജാറുണ്ടല്ലോ, മിക്സി ജാറിൽ, അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് 1/4 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് പറഞ്ഞാൽ മതി കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം കേടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് ചൂടായി വരുന്ന സമയത്ത് നല്ലോണം വെള്ളം ഇറങ്ങി വരും, ചിക്കനൊന്നും വെള്ളം ഇറങ്ങി വരും. അപ്പം ഈ ഒരു മിക്സർ ജാറിന് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഒരു 5-6 ഗ്രീൻ ചില്ലീസ്, എരിവാണെങ്കിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റ്സോളം ചിക്കൻ വേഗം വെന്ത് കിട്ടും. അതേപോലെ അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക, അടി പിടിക്കാതെ നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ദം കറിയും ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ക്യാപ്ഷനിൽ കൊടുക്കാം, അതേപോലെ ഐക്കാർഡിലും കൊടുക്കാം കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ഞാൻ തലേന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് 1.5 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, ഏകദേശം ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 10 മിനിറ്റും കൂടി ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് കുറച്ച് കുറുകിയിട്ടുള്ളതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതേപോലെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അധികം എരിവൊന്നുമില്ലാതെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. ഇവിടെ എൻ്റെ മോൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കറി. കാരണം അത്ര എരിവൊന്നുമില്ല, സ്പൈസസ് ഒക്കെ കുറവാണ്. കേടും ആ ക്രീമി എഫക്റ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ചോറിനോടും പൊറോട്ടയോടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.